ഗുഡ് മോർണിംഗ്. സോ ഇന്ന് എൻ്റെ വെരി ഫസ്റ്റ് ഡേ ആണ് എൻ്റെ പുതിയ കോളേജിൽ. ഓറിയൻറ്റേഷൻ ഡേ ആണ്. ഞാൻ ലാസ്റ്റ് ഇയർ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് കോഴ്സൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് കോഴ്സ് ചൂസ് ചെയ്ത ടൈമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഓറിയൻറ്റേഷനാണ്. ഓട്ടോവയിലുള്ള അൽഗോൻകിൻ കോളേജിലാണ് എൻ്റെ ക്യാമ്പസ്. അതാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 115 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന്. ഒരു 1.25 മണിക്കൂർ യാത്ര ഉണ്ടാവും. അപ്പോൾ എണീറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഇറങ്ങേണ്ടതാണ്. അപ്പം 6:15 എണീറ്റപ്പം. 8 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ അലാറം എന്നെ ചതിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എണീറ്റ് ഇപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണം. കാരണം ഓൾറെഡി ലേറ്റാണ്. 8 മണിക്ക് തന്നെ ചെന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഫസ്റ്റ് ഡേ അല്ലേ, എന്നാലും ഇച്ചിരി നേരത്തെ ചെന്നേക്ക്. എനിക്ക് കോളേജിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഓറിയൻറ്റേഷൻ, പുതിയ കോളേജ്, ന്യൂ ക്യാമ്പസ്, ന്യൂ ലൈഫ്, ന്യൂ ഫ്രണ്ട്സ്, ന്യൂ കോഴ്സ്. അപ്പോൾ ഇത് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി ഇത് വണ്ടിയിൽ കയറാൻ പോവാണ്. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ. 7 മണി സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അതെ ഇതിപ്പോ ഞങ്ങൾ കയറി വണ്ടി കയറി കഴിച്ച് നോക്കൂ. പൊട്ടിപ്പിള്ളേര് നോക്കൂ. അപ്പൊ ഇന്ന് എന്റെ ഓറിയന്റേഷൻ ആണ്, എന്റെ ഫസ്റ്റ് ആണ്. ഇവരെന്നെ കൊണ്ടാക്കാൻ വരാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പുതിയ കോളേജ് അല്ലേ, അപ്പൊ അതിന്റെ ടെൻഷൻ. അപ്പൊ എന്താവും എന്തോ. ഓക്കെ, അപ്പൊ ഇനി പോണ വഴിയൊന്നും വീഡിയോ എടുക്കാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ലേറ്റ് ആയി. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ബൈ. കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഭയങ്കര ചാടയാ. ഓക്കെ, ഞാനെന്നാ കമന്ററി പറയണ്ടേ? ഓ മൈ ഗാഡ്, 7:30 സമയം. നമ്മളൊരു 8:15 കൂടി ചെല്ലുന്നതാണ് എൻ്റെ ഒരു 8:20 ക്യാമ്പസ് ചെല്ലുമായിരിക്കും. ഫസ്റ്റ് ഡേ ആണ്. ടെൻഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷൻ. ഓക്കെ, അപ്പം ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ സ്ഥലത്തെത്തി. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. കോളേജ് വലിയൊരു ക്യാമ്പസാ. തപ്പി പിടിക്കണം. ഇവിടെ പേ ആൻഡ് പാർക്കിംഗ് ആണ്. എൻ്റെ തിരിച്ചു വരുമ്പോൾ നോട്ടീസ് കിട്ടുമോ? ചെറുതായിട്ട് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആ ടിക്കറ്റ് കിട്ടണം, കിട്ടട്ടെ അല്ലേ? എനിക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല. ഇപ്പം ഇവിടെ തന്നെയാണ് സ്ഥാനം, മനസ്സിലായി. എന്താ പറയണത്? അതിൽ പോയിട്ട് ഇറക്കാം. അപ്പം ഞാൻ ആദ്യം ചെന്നു. അവിടെ ചെന്നൊരു പുള്ളിക്കാരുടെ ഓറിയന്റേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നേരെ ചെല്ലുമ്പോൾ ഒരു 4 കവല കാണും. അവിടെ അടുത്ത ആൾക്കാർ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ഏതൊരു C346 എന്ന് പറഞ്ഞ ഒരു റൂമും കണ്ടാണ് എനിക്ക്. അപ്പോൾ ഈശ്വര എവിടെയത് ഞാൻ പറയട്ടെ, ഞാൻ പറ്റും. സെന്റ് ലോറൻസ് കോളേജ് പോലല്ലേ ഇത്? ഇച്ചിരി വിജൃംഭിച്ച കോളേജ്. ഇവിടെ കണ്ടുപിടിക്കാൻ ഞാൻ ഇച്ചിരി പാടുപെടും. വലിയ ക്യാമ്പസാ, വലിയ ക്യാമ്പസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഓറിയന്റേഷൻ അല്ല ഞാൻ വരില്ലല്ലോ. ഇനി ചെറിയ കളികളല്ല, വലിയ കളികൾ മാത്രം. എവിടെയെങ്കിലൊക്കെ പോയിട്ട് വലത്തോട്ട് ഇരത്തോട്ടൊക്കെ പോകണമെന്നാ പറഞ്ഞത്. കുറേ ഉണ്ട്. എന്നെ കൊണ്ടാക്കാൻ എൻ്റെ കിട്ടിയവനും അനുണ്ട്. അതെനിക്ക് പേടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പേടിയില്ല. മൊത്തത്തിൽ ഒരു പച്ച കളറാണ്. ഹോസ്പിറ്റലിൽ നിൽക്കുന്നവരോടായിരിക്കും ചോദിക്കേണ്ടി വരുന്നത്. ഫൈനലി ഞങ്ങൾ അവസാനം തപ്പി. ഇവിടെ മാപ്പില്ലെങ്കിൽ ഈ കോളേജിൽ ആകെ പെട്ടുപോകുമെന്ന് പറയുന്നത് കറക്റ്റാണ്. ഈ വലിയ വരാന്തയിൽ കൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ട്. ഇവിടെ ആവശ്യം എനിക്കൊരു രസം തോന്നുന്നില്ല മൊത്തത്തിലുണ്ടല്ലേ. അപ്പോൾ ഇത് ഞങ്ങളിവിടെ എത്തി. ഇതാ എൻ്റെ റൂം, എൻ്റെ ഓറിയൻറ്റേഷൻ നടക്കുന്ന റൂം. അപ്പോൾ ഇത് ഇവിടെ ഓറിയൻറ്റേഷൻ വന്നിരുന്നു. Services.
സോ അങ്ങനെ ഓറിയന്റേഷൻ കഴിഞ്ഞു. ഒരുപാട് പേരുണ്ട്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടൊക്കെയാണ്. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. എനിക്ക് വിശന്നിട്ട് പാടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓറിയന്റേഷൻ ഫുഡൊന്നും ഇല്ലെന്നോ. എനിക്കൊരു അര ഗ്ലാസ് കാപ്പിയാണ് കിട്ടിയത്. പണ്ടാരം എന്നെ നോക്കി ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. മടുത്തോ മക്കളെ? അങ്ങനെ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞു. തിരിച്ചു പോവാണേ. ഓറിയന്റേഷൻ കഴിഞ്ഞേ. നാളെ ഓറിയന്റേഷൻ നടന്ന ക്ലാസ് അവിടെ തന്നെയാണ് എന്റെ ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ഡേ ഓഫ് മൈ ഫസ്റ്റ് ക്ലാസ്. ഞാൻ ഗ്രൂപ്പ് 2 ആണ്. അപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഉണ്ട്. ഞാൻ ഗ്രൂപ്പ് 2 ആണ്. ഒരൊറ്റ മലയാളിയേ ഉള്ളൂ. ആയിരുന്നോ? രാഹുൽ. ഞാനൊന്ന് നീ എപ്പം പഠിച്ചാലും നിന്റെ ക്ലാസ്സിൽ കാര്യം കാണുമല്ലോ. ഇപ്പൊ ഇവിടെ പഠിച്ചപ്പോഴില്ലായിരുന്നല്ലോ. നാട്ടിലായിരുന്നപ്പോ CP. എന്നെ കിട്ടുന്നുണ്ടോ? മതിയില്ലേ? മതി. ഇതിനടി സബ്വേയോ? അപ്പൊ ഇതിന്റെ വെളിയിൽ എന്തൊക്കെയാ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് എന്റെ കോളേജ്. കോളേജ് ടൂർ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വലിയ കോളേജാണ്, വലിയ ക്യാമ്പസാണ്. അറിയില്ല. അപ്പോൾ എന്താണല്ലോ ഇതായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ എൻ്റെ ഓറിയന്റേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ടുലിപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഒട്ടാവയിൽ. അപ്പോൾ അത് ഇന്നിപ്പോൾ ക്ലാസ്സിന് ഓറിയന്റേഷൻ എന്നപ്പം അവിടുത്തെ പ്രൊഫസർ പറഞ്ഞത് അത് നെതർലാൻഡ്സിലാണല്ലോ മെയിനായിട്ട് ടുലിപ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് എല്ലാ വർഷവും ഇവിടെ ടുലിപ്പ് ഫെസ്റ്റിവല് അവരെന്തോ ഗിഫ്റ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്, നെതർലാൻഡ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒട്ടാവയ്ക്ക്. അപ്പോൾ ഇതാണല്ലോ ഇവിടുത്തെ ക്യാപിറ്റൽ കാനഡയുടെ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും ഇത് കമ്പൽസറി ആയിട്ട് അവർ നടത്തുന്നതാണ് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് ടിക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു നീണ്ട ക്യൂ ആണ്. പിന്നെ അവിടെ ഞങ്ങൾ നിൽക്കാൻ പോയില്ല. അനുവിന് ഷിഫ്റ്റ് ഉണ്ട്, ജോലിയുണ്ട്, പണിക്ക് പോകണമല്ലോ. സോ അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ആക്ച്വലി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേ ആൻഡ് പാർക്കാണ്. ഇത്ര രൂപ കൊടുത്ത് എന്താണ് ജോലി ഇത്ര രൂപ കൊടുത്ത് പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പേ ആൻഡ് പാർക്കാണ്. സോ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഓറിയന്റേഷൻ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. ഇപ്പം ഇത് കനേഡിയൻ ടുലിപ്പ് ഫെസ്റ്റിവൽ അതിവിടെ ഓട്ടോവയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് കാണാൻ വന്നതാണ്. വണ്ടി അങ്ങേ ദൂരത്ത് പാർക്ക് ചെയ്തു. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. എന്നാ രസമാണ് കാണാൻ. ഇത് ഈ വേറെ കളറ് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇപ്പം ഇന്ന് നല്ല നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. കണ്ടോ വീഡിയോ എടുക്കുന്നത്? ഇത് ഒരു രക്ഷയില്ല കേട്ടോ പോവാൻ. ഇവിടെ ഒരുപാട് കളേഴ്സ് ഉള്ള ട്യൂലിപ്സ് ഉണ്ട്. ഒരുപാട് കളേഴ്സും ഉണ്ട്. അതെ, കുറെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതെ ഞങ്ങള് ട്യൂലിപ്പ് ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടല്ല കുറേയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോവാ. കാരണം അതിന് ഷിഫ്റ്റിന് കയറണം. ഞങ്ങൾ ഇതിന് വേണ്ടി തന്നെ വേറൊരു ദിവസം വരും. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ. നല്ല വെയിലുണ്ട്. നല്ല വെയിൽ കാരണം ആ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. നല്ല വെയിലാണ്. തൊട്ട് മണ്ടയിലുണ്ട് സൂര്യൻ, കണ്ടോ? പുള്ളിക്കറപ്പാണ്. നല്ല തലയ്ക്ക് മണ്ടയിൽ നിൽക്കുക. All right, so that's all about today. ഞങ്ങൾ കറുത്ത് ഗൈസ് തീർച്ചയായിട്ടും. ഓക്കെ, ബൈ.